ശവക്കുഴിയിൽ നിന്നും ജീവിതത്തിലേക്ക് സിനിമയൊന്നുമല്ല, ശരിക്കും നടന്ന ഒരു സംഭവമാണ്. ഒരു മയക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ഞാൻ മണ്ണിനടിയിലാണോ എന്നൊരു സംശയത്തിന് പോലും ഇടം നൽകും മുമ്പ്, അല്ലെങ്കിൽ സംശയം ഉറപ്പിക്കും മുൻപ് തന്നെ പ്രിയപ്പെട്ട ആളുകളെ നോക്കി ചിരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളുണ്ട്. സൗത്ത് കരോലിനക്കാരിയായ എസ്സി ഡൻബാർ. ജീവനോട് കുഴിച്ചിട്ടതിന് ശേഷവും 40 വർഷം കൂടി ജീവിക്കാൻ ഭാഗ്യം ചെയ്ത സ്ത്രീ. അപ്പോൾ എസ്സി ഡൻബാറിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയണോ അതോ അവരുടെ കൗതുകകരമായ മരണത്തെക്കുറിച്ച് പറയണോ? 1915 ഈ കഥ നടന്നത്. അപസ്മാരമുണ്ടായിരുന്ന എസ്സി ഒരു ദിവസം ബോധം കെട്ടു വീണു. അവരുടെ കുടുംബം ഡോക്ടർ DK ബ്രിക്സിനെ വിളിച്ചു വരുത്തുന്നു. എസ്സിയെ അവർ പരിശോധിപ്പിക്കുന്നു. പക്ഷേ എങ്കിലും പരിശോധനയിൽ ജീവന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഡോക്ടർക്ക് കണ്ടെത്താനായില്ല. എസ്സി ശ്വാസം എടുക്കുന്നില്ല, നാടിമിടിപ്പില്ല, ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ കണ്ടെത്തിയത്. അവർ മരിച്ചതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. ശവസംസ്കാര ക്രമീകരണങ്ങൾക്കായി അവരുടെ കുടുംബം തയ്യാറെടുക്കുകയാണ്. പക്ഷേ എസ്സിയുടെ സഹോദരി സ്ഥലത്തില്ലാതിരുന്നതിനാൽ ശവസംസ്കാരം അടുത്ത ദിവസത്തേക്ക് അവർ മാറ്റിവെച്ചു. പ്രതീക്ഷിച്ച സമയമായിട്ട് സഹോദരി എത്താത്തതിനാൽ ശവസംസ്കാരം ഇനിയും വൈകിപ്പിക്കേണ്ടെന്ന് തീരുമാനമാകുന്നു. എസ്സി ഡൻബാറിനെ അടക്കം ചെയ്ത ശവപ്പെട്ടി 6 അടി ആഴമുള്ള ശവക്കുഴിയിലേക്ക് താഴ്ത്തി മണ്ണിട്ട് മൂടുന്നു. ഉപചാരങ്ങളൊക്കെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം എസ്സിയുടെ സഹോദരി എത്തുകയാണ്. എസ്സിയെ അവസാനമായി ഒരിക്കൽ കൂടി കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആദരാഞ്ജലികൾ അർപ്പിക്കണമെന്നൊക്കെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അവരുടെ ഈ ഒരു അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് മണ്ണിട്ട് മൂടിയ ശവപ്പെട്ടി ഉയർത്തി മൂടി തുറന്നു. എന്നാൽ തുറന്ന ശവപ്പെട്ടിയിൽ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. സഹോദരിയെയും ചുറ്റുമുള്ളവരെയെല്ലാം നോക്കി പുഞ്ചിരിക്കുന്ന എസ്സി ഡൻബാറാണത്. അവളുടെ സഹോദരി വൈകി എത്തിയില്ലായിരുന്നു എങ്കിൽ എസ്സിയെ അവളുടെ ശവക്കുഴിയിൽ തന്നെ ജീവനോടെ അടക്കം ചെയ്യുമായിരുന്നു. കാലം 1915 ആയിരുന്നത് കൊണ്ടാണോ ആവോ ജീവനോടെ ഇരിക്കുന്ന എസ്സിയെ കെട്ടിപ്പിടിച്ച് വീണ്ടും സ്വാഗതം ചെയ്യാനൊന്നും അവിടെ ആരും തന്നെ മുതിർന്നില്ല. അവരുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ആരും ഇത്തരം ഒരു ആഹ്ലാദ പ്രകടനവും നടത്തിയില്ലെന്ന് മാത്രമല്ല, അവിടെ തുടർന്ന് നടന്നത് വലിയ കുഴപ്പങ്ങളാണ്. ശവസംസ്കാര ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന 3 പേർ ഞെട്ടലോടെ ശവക്കുഴിയിൽ വീണു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ അവരിൽ 2 പേർ മൂന്നാവിനെ ചവിട്ടി മെതിച്ച് അയാളുടെ 3 വാരിയലുകളെല്ലാം ഓടിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത മറ്റുള്ളവരും ഭയപ്പെട്ട് ഓടിപ്പോവാനുണ്ടായത്. കഥ ഇവിടെയും അവസാനിക്കുന്നില്ല. എസ്സി ഒറ്റയ്ക്ക് പട്ടണത്തിലേക്ക് മടങ്ങി. അടുത്ത കുറച്ച് വർഷങ്ങളിൽ എസ്സിയെ മരണത്തെ തോൽപ്പിച്ച സ്ത്രീയായി ചിലർ പ്രചരിപ്പിച്ചു. മറ്റു ചിലർ അവരെ ഒരു സോംബിയായിട്ടൊക്കെ കണ്ടു കേട്ടോ. എസ്സി ഒരു അപശകനമാണ്, ശാപമാണ് എന്നൊക്കെ ചില സംശയദൃക്കുകളും പറഞ്ഞു. ഏതായാലും എസ്സി ഡൻബാർ 47 വർഷം കൂടി ജീവിച്ചു, അവരുടെ 77 വയസ്സ് വരെ. ഒടുവിൽ അവർ മരിച്ചപ്പോഴും അവരുടെ മുൻ മരണത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വാഭാവികമായിരുന്നു ആ മരണം. ഈ സംഭവത്തെക്കുറിച്ചൊന്നും ആ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും പ്രത്യേക വിവരങ്ങൾ അങ്ങനെയൊന്നും പറയാനില്ല. എന്നാൽ ഇത് ഫാക്റ്റാണോ ഫിക്ഷനാണോ എന്ന് ചോദിച്ചാൽ 1955 ഓഗസ്റ്റ് 25 അഗസ്റ്റ ക്രോണിക്കളിൽ വന്ന ഒരു ലേഖനം ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതിൽ ഡോക്ടർ ബ്രിക്സിന്റെ മരണത്തെക്കുറിച്ചും എസ്സി ഡൻബാർ മരിച്ചതായി അദ്ദേഹം തെറ്റായി പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും ഒരു പരാമർശമുണ്ട്. അതൊരു തെളിവായാണ് ഇന്ന് ലോകം കാണുന്നത്. സംഭവം എങ്ങനെയായാലും അവർ മരിച്ചുവെന്ന് പ്രഖ്യാപിച്ച ഡോക്ടർ ബ്രിക്സിനേക്കാൾ കൂടുതൽ കാലം എസ്സി ജീവിച്ചിരുന്നു എന്നതിന് റിപ്പോർട്ടുകളുണ്ട്.